നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കർഷക ക്ഷേമനിധി കാര്യക്ഷമമാക്കി കർഷകർക്ക് 3000 രൂപ പെൻഷൻ നൽകണമെന്ന് PG ജോസഫ് MLA. അമിത വൈദ്യുതി പ്രവാഹം മൂലം വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചതായി പരാതി. മുതലക്കോടം പഴുക്കാക്കുളം മേഖലയിൽ സൊസൈറ്റിക്ക് സമീപമുള്ള 20ഓളം വീടുകളിലാണ് ഉപകരണങ്ങൾ നശിച്ചത്. സംയുക്ത കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ ഫെഡറേഷനുകളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിൽ UDFT പങ്കുചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മോർ ജംഗ്ഷനിലെ കലുങ്കിന്റെ തകർന്ന ഭാഗം പുനർനിർമ്മാണം നിർത്തിവെച്ചു. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മേത്തൊട്ടിയിൽ പനച്ചിമൂട്ടിൽ വീട്ടിൽ PV സലിയുടെ വീടാണ് മരം വീണ് തകർന്നത്. വാർത്തകൾ വിശദമായി. കർഷക ക്ഷേമനിധി കാര്യക്ഷമമാക്കി കർഷകർക്ക് 3000 രൂപ പെൻഷൻ നൽകണമെന്ന് PG ജോസഫ് MLA. പുറപ്പുഴയിലെ വസതിയിൽ കൂടിയ കേരള കർഷക യൂണിയൻ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ, നെൽ കർഷക പ്രശ്നങ്ങളും വന്യമൃഗശല്യവും പരിഹരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടുള്ളതായി PG ജോസഫ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. കർഷക ക്ഷേമനിധി ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് ധനകാര്യ വകുപ്പിന് അംഗീകാരം നൽകണമെന്നും കർഷകർക്ക് പ്രതിമാസം 1600 രൂപ മുതൽ പെൻഷൻ നൽകുന്നത് 3000 രൂപയാക്കി ഉയർത്തണമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PG ജോസഫ് MLA ആവശ്യപ്പെട്ടു. പുറപ്പുഴയിലെ വസതിയിൽ കൂടിയ കേരള കർഷക യൂണിയൻ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് കർഷക യൂണിയൻ. കാർഷിക മേഖലയെ നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ക്ഷീണിതമാണ്. ആ നില മാറ്റിയെടുക്കുന്നതിന് നമുക്ക് സംഘടിതമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കർഷക മേള നടക്കുമ്പോൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട കാര്യം, ജൈവകൃഷി അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതെല്ലാം തുടർന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. റബ്ബർ, നെൽ കർഷക പ്രശ്നങ്ങളും വന്യമൃഗശല്യവും പരിഹരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടുള്ളതായി PG ജോസഫ് ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോളേജുകളിലും എല്ലാ ആശുപത്രികളിലും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ആവശ്യമായ മരുന്നുകൾ എത്തിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻമാരായ ഫ്രാൻസിസ് ജോർജ് MP, തോമസ് ഉണ്ണിയാടൻ XMLA, സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് നിലപ്പന, ഭാരവാഹികളായി ജോയി തെക്കേടത്ത്, CT തോമസ്, ബേബിച്ചൻ കൊച്ചുകരൂർ, ടോമി കാവാലം, ബിനു ജോൺ, സണ്ണി തെങ്ങുംപള്ളി, വിനോദ് ജോൺ, സോജൻ ജോർജ്, ജോണി പുളിന്തടം, ആന്റണി കുര്യാക്കോസ്, കുഞ്ഞ് കുളപ്പുര, ജോസ് വഞ്ചിപ്പുര, വിൽസൺ മേച്ചേരി, MV ജോൺ എന്നിവർ സംസാരിച്ചു. ബിജു ചെറുകാട്, സണ്ണി തോമസ്, ബേബി പൊടിമറ്റം, TV ജോസുകുട്ടി, ജോബിൾ മാത്യു കുടിഞ്ഞാലിൽ, PG പ്രകാശൻ, ജെയ്സൺ അത്തിമുട്ടിൽ, ഷാജി അറക്കൽ, സെബാസ്റ്റ്യൻ കൊച്ചേരി, PR ശശിധരൻ, ബേബി ജോസഫ്, റോബി സിറിയക്, KP ജോസഫ്, KK ബൈജു, TD രാജേന്ദ്രൻ, ജോസുകുട്ടി തകിടിപ്പുറം എന്നിവർ ചർച്ചകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. അമിത വൈദ്യുതി പ്രവാഹം മൂലം വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചതായി പരാതി. മുതലക്കോടം പഴുക്കാക്കുളം മേഖലയിൽ സൊസൈറ്റിക്ക് സമീപമുള്ള 20ഓളം വീടുകളാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 അമിത വൈദ്യുതി പ്രവാഹം മൂലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിക്സി, ഫാൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ തകരാറിലായത്. അമിത വൈദ്യുതി പ്രവാഹം മൂലം വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചതായി പരാതി. മുതലക്കോടം പഴുക്കാക്കുളം മേഖലയിൽ സൊസൈറ്റിക്ക് സമീപമുള്ള 20ഓളം വീടുകളിലാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 അമിത വൈദ്യുതി പ്രവാഹം മൂലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിക്സി, ഫാൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ തകരാറിലായത്. പഴുക്കാക്കുളം സൊസൈറ്റിക്ക് സമീപം താമസിക്കുന്ന കോണിപ്പാട്ട് അഖിലിന്റെ വീട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിക്സി വൈദ്യുതി പ്രവാഹം കടന്നു വന്നപ്പോൾ കത്തിനശിച്ചു. ഇന്നലെ ഒരു 3 മണിയായി കാണും. മിക്സി വൈഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പെട്ടെന്ന് അത് കത്തി. അപ്പോൾ അതെന്താണെന്ന് നോക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നെറ്റിൻ്റെ അഡാപ്റ്റർ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് കത്തിപ്പോയി.
ഫാനിനെല്ലാം ഭയങ്കരമായിട്ട് സ്പീഡ് കൂടി. ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഓഫായിപ്പോയി. പിന്നെ നോക്കിയപ്പോൾ ഫ്രിഡ്ജൊന്നും അനങ്ങുന്നില്ല. അങ്ങനെ പെട്ടെന്ന് വോൾട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി വന്നിട്ട് നമ്മൾ എന്ത് സാധനം കുത്തിയാലും അതെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പുറകിൽ വീട്ടിലൊന്നും കറണ്ടില്ല. നമുക്ക് ഇവിടെ മാത്രമേ കറണ്ടുള്ളൂ. ഭയങ്കര വോൾട്ടേജ് കൂടി വന്നു. ചില വീട്ടിലൊന്നും കുറേയൊക്കെ സാധനങ്ങൾ അടിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാറ്റോ മഴയോ പണിയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വോൾട്ടേജ് കൂടി വന്ന് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എല്ലാ സാധനം അടിച്ചു പോയി. കൂടാതെ ചാർജറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ലൈനിൽ അമിത വൈദ്യുതി കടന്നു വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ 20ഓളം വീടുകളിൽ ഉപകരണങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി പ്രദേശവാസികൾ പ്രതികരിച്ചു. വീട്ടിൽ എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ബാക്കി കറണ്ട് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഏതാ കേടായെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ പോകുന്ന റൂട്ടിൽ 2 വീട്ടിൽ 2 പ്രായമുള്ള രോഗികൾ കിടപ്പ് രോഗികളാണ്. അവർക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അതിൽ കൂടുതൽ കടന്നു പോയിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. നല്ല കാലാവസ്ഥ, വെയിലാണ്, മഴ പോലുമില്ല. അപ്പം ഇപ്പോൾ വരും വല്ലതും പണിയായിരിക്കും. ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച ദിവസമൊക്കെ പണിയുണ്ടായിരുന്നു ഒരു വഴിക്കുള്ള. അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അവരറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് യാതൊരു പ്രശ്നം വേറെ വല്ലതായിരിക്കും ചേട്ടാന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. കണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫാൻ ഇട്ടപ്പോൾ ഫാൻ ഭയങ്കരമായിട്ട് ഓവർ സ്പീഡ് കറങ്ങുന്നു. അങ്ങനെ സംശയം വരുന്നത് അല്ലേ, നമുക്കിത് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഓവർ സ്പീഡ് കറങ്ങിയിട്ട് നമുക്ക് സംശയമായി. അപ്പോൾ അവിടെ അന്വേഷിച്ചു, ആ വീട്ടിൽ അന്വേഷിച്ചു, ഇവരോട് ചോദിച്ചു, ഇവിടെ ഇല്ല. മീറ്ററിൽ ചെന്ന് നോക്കി, മീറ്റർ കറണ്ടുണ്ട്. പിന്നെ എല്ലാം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഫാനിട്ട് രണ്ടാമത് ഇട്ടപ്പോൾ തീ പോകുന്നുണ്ട്. ഫ്രിഡ്ജ് തെളിയുന്നുമില്ല. അപ്പോൾ മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അതിലകത്തുള്ളവർ എല്ലാവരും വന്നു. ഞങ്ങൾ കഴിഞ്ഞ് അവരെ വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു 6 മണിയായി വന്നേച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1.5 മണിക്കൂർ ആ പുറകെ ഞങ്ങളും നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അതിലകത്തുള്ള ഒരാൾ പിന്നീന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു ട്രാൻസ്ഫോറിൻ്റെ കുഴപ്പം വന്നു പുള്ളിയോട്. ഇവരൊന്നും പറയുന്നില്ല. അവർക്ക് അറിയില്ല എന്നുള്ള, പണി അറിയില്ല എന്നുള്ള സത്യത്തിൽ. പഴുക്കാക്കുളം ഭാഗത്ത് ഇലക്ട്രിസിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തി തിരിച്ചുപോയ ശേഷം ട്രാൻസ്ഫോർമർ ഓണാക്കിയതോടെയാണ് ആ ഭാഗത്തുള്ള വീടുകളിൽ അമിത വോൾട്ടേജ് പ്രവഹിച്ച് വൈദ്യുതി ഉപകരണങ്ങളെല്ലാം കത്തിനശിച്ചത്. സംയുക്ത കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ ഫെഡറേഷനുകളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിൽ UDFT പങ്കുചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതു പണിമുടക്കിനോട് അനുബന്ധിച്ച് തൊടുപുഴയിൽ പ്രകടനവും ഗാന്ധി സ്ക്വയറിൽ പൊതുസമ്മേളനവും നടത്തും. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. സംയുക്ത കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ ഫെഡറേഷനുകളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ UDFTയും പങ്കുചേരും. പണിമുടക്കിന് മുന്നോടിയായി 7-ാം തീയതി വിളംബര ജാഥ നടത്തും. 8-ാം തീയതി യൂണിറ്റ് തലത്തിൽ പന്തം കൊളുത്തി പ്രകടനവും സംഘടിപ്പിക്കും. 9 പൊതു പണിമുടക്കിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ പ്രകടനവും രാവിലെ 10 ഗാന്ധി സ്ക്വയറിൽ പൊതുസമ്മേളനവും നടത്തും. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ അധ്യക്ഷത വഹിക്കും. UDTFന്റെ ജില്ലാ നേതാക്കൾ സംസാരിക്കും. 9-ാം തീയതി നടത്തപ്പെടുന്ന പണിമുടക്ക് ദേശീയ തലത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തോട്ടം തൊഴിലാളികളും തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും ഒന്നടങ്കം പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDTFന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തപ്പെടുന്നത്. ഈ ലേബർ കോഡ് നടപ്പിലാക്കി കഴിയുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. തൊഴിൽ ചെയ്യുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും നിരന്തരമായ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് 8 മണിക്കൂർ ജോലി എന്നുള്ളത് ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ 12 മണിക്കൂർ ജോലി എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് നീങ്ങുവാൻ പോകുന്നത്. അത് നമ്മുടെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു നടപടിയാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം, അതുമൂലം വളരെയേറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. അതുപോലെ ഒരു ചികിത്സാ സൗകര്യങ്ങൾ ഒരു തൊഴിലാളിക്കോ സാധാരണക്കാരനോ ഇന്ന് ആശുപത്രികളിൽ ഒരു രോഗത്തിന് ചെന്ന് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് ആശാവർക്കർമാർ, അംഗനവാടി, NHM, പാലിയേറ്റീവ് കെയർ
സാക്ഷരതാ പ്രേരകർ എന്നീ കേന്ദ്ര സംസ്ഥാന സ്കീം തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ തനത് തസ്തികയിലെ അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് മുഖ്യമായിട്ടും ഉന്നയിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ TUCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജുമോൻ VB, STU ജില്ലാ പ്രസിഡന്റ് VH നൌഷാദ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി രാജു ബേബി, KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി AS ജയൻ, KTUC സംസ്ഥാന സെക്രട്ടറി ടോമി ജോർജ്, കൃഷ്ണൻ കണിയാപുരം, MK ഷാഹുൽ ഹമീദ്, KP റോയി, UK മുത്തുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം തോട്ടുംകര പാലത്തിന് സമീപം കാറിന് തീപിടിച്ച് അപകടം. മധുരയിൽ നിന്നും തൊടുപുഴയിലേക്ക് ചികിത്സയ്ക്കായി വന്നയാളുടെ കാറിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. കാറിലുണ്ടായിരുന്ന 2 കുട്ടികൾ ഉൾപ്പെടെ 7 യാത്രക്കാരും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തൊടുപുഴയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയാണ് തീ അണച്ചത്. മുട്ടം തോട്ടുംകര പാലത്തിന് സമീപം കാറിന് തീപിടിച്ച അപകടം. മധുരയിൽ നിന്നും തൊടുപുഴയിലേക്ക് ചികിത്സയ്ക്കായി വന്ന ആളുകളുടെ റെയ്നോൾഡ് ഡസ്റ്റർ കാറിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തൊടുപുഴയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത്. നമ്പർ പ്ലേറ്റ് കൂട്ടിയോ? കാറിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 7 യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തൊടുപുഴ അഗ്നിശമന സേന സ്റ്റേഷൻ ഓഫീസർ ശ്രീ TH സാദിഖിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ ശ്രീ ബിജു P തോമസ്, ഫയർഫോഴ്സ് ഓഫീസർമാരായ സജീവൻ, ശരത്, ഷിബിൻ ഗോപി, ലിബിൻ, ഹോംഗാർഡുമാരായ ബെന്നി, ഷാജി, നാസർ എന്നിവർ ചേർന്നാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, മുട്ടം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മോർ ജംഗ്ഷനിലെ കലുങ്കിന്റെ തകർന്ന ഭാഗം പുനർനിർമ്മാണം നിർത്തിവെച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി ഗാന്ധി സ്ക്വയറിലേക്ക് പോകാൻ കഴിയാതെ വരുമെന്ന കാരണം കൊണ്ടാണ് നിർമ്മാണം തടഞ്ഞത്. ഇതോടെ നിർമ്മാണ സാമഗ്രികളുമായി തിരികെ പോവുകയായിരുന്നു. തൊടുപുഴ നഗരത്തിലെ ഏറ്റവും അധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് മോർ ജംഗ്ഷൻ. മോർ സൂപ്പർ മാർക്കറ്റിന് സമീപമുണ്ടായിരുന്ന കലുങ്കിന്റെ ഭാഗം തകർന്നു കിടക്കുകയായിരുന്നു. ഇത് പരിഹരിക്കാത്തതിൽ പരാതിയും ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് കലുങ്കിന്റെ ഭാഗം പുനർനിർമ്മിക്കാൻ എത്തിയത്. എന്നാൽ പ്രധാന വഴിയുടെ സമീപത്തെ കലുങ്ക് ഉയർത്തി നിർമ്മിച്ചാൽ സുഗമമായി വാഹനം കടന്നുപോകില്ല എന്ന് കാണിച്ചാണ് ഒരു വിഭാഗം ജനം പ്രതിഷേധിച്ചത്. കോതായിക്കുന്ന് ബൈപ്പാസിൽ നിന്ന് ഗാന്ധി സ്ക്വയർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഓപ്പൺ ലെഫ്റ്റ് ലഭിക്കും. എന്നാൽ കലുങ്കിന്റെ ഭാഗം ഉയർത്തി നിർമ്മിക്കുന്നതോടെ റോഡ് കൂടുതൽ ഇടുങ്ങിയ അവസ്ഥയാകുമെന്നും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. തൊടുപുഴ KSRC ജംഗ്ഷനിലെ ഒരു കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലുങ്ക് നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അവർ പറയുന്ന PWD അധികൃതർ പറയുന്നത് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം അതിൻ്റെ സൈഡിൽ സൗകര്യമുണ്ട്. അതിലപ്പുറം തന്നെ വണ്ടി ഏറ്റവും കൂടുതൽ ബ്ലോക്കാവുന്ന, തൊടുപുഴയിൽ ഏറ്റവും കൂടുതൽ വഴി ബ്ലോക്കാവുന്ന സ്ഥലമാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ ബിൽഡിംഗ് ഓണർക്കല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ ഓട വന്നിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഈ ഓട വന്നിരിക്കുന്നത് ഇവിടെ വരെ വന്നിട്ട് ആ ഓട പിന്നെ റോഡിലേക്ക് ഇറങ്ങിയാക്കുവാണ്. ബിൽഡിംഗ് ഓണർ അത് കെട്ടിയെടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ സ്ലാബ് നിർമ്മിക്കുകയാണെങ്കിൽ ഒരു 3 അടിയെങ്കിലും 4 അടിയെങ്കിലും കയറ്റി വെച്ച് സ്ലാബ് നിർമ്മിച്ചുകൊണ്ട് ഇതിന് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് ഈ ബിൽഡിംഗ് ഓണറെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിയായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. എന്നാൽ
എന്നാൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കലുങ്കിന്റെ തകർന്ന ഭാഗം നന്നാക്കുവാൻ തീരുമാനിച്ചതെന്ന് PWD അധികൃതർ പറഞ്ഞു. പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ എതിർപ്പ് കാരണം നിർമ്മാണം മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടത്തി. ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവം ഫെയിം രനീഷ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടത്തി. ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവം ഫെയിം രനീഷ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂളാണ്. അപ്പം നിങ്ങൾ ഞെട്ടിയോ? അത് ഈ സ്കൂളല്ല. എറണാകുളത്ത് ബോൾഗാട്ടി എന്നുള്ള സ്ഥലത്ത്, ബോൾഗാട്ടി കേട്ടിട്ടുണ്ടോ? ബോൾഗാട്ടി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്? ആരുടെ പേരാ? സിനിമാ നടൻ ധർമ്മജൻ ബോൾഗാട്ടി അല്ലേ? കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വീടിനടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്കൂളിൽ ഒരു കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ സ്കൂളിൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ സ്കൂളിലോട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതേപോലെ മറ്റൊരു സ്കൂളിലോട്ടാണ് പോകുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതിനകത്ത് എല്ലാവരും നല്ല ചിരിയോടെ നല്ല ചിരിച്ച് അല്ലേ, നാടൻപാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല രസമുണ്ടായിരുന്നു. താരക പെണ്ണാളെ ഒരുപാട് പാട്ടുകൾ പാടിയില്ലേ, കുറേ ചേഞ്ച് ആയിട്ടുള്ള പാട്ടുകളാണ് പാടിയത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. SSHS ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു ആശംസ നേർന്നു. വാർഡ് കൗൺസിലർ ജോസ് മഠത്തിലും ആശംസാ പ്രസംഗം നടത്തി. പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ് ജോസ് SH, PTA പ്രസിഡന്റ് റോയി തോമസ്, MPTA പ്രസിഡന്റ് ഡിംപിൾ വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി ആൽബിൻ ജോസഫ്, മെജോ ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂൾ നടപ്പിലാക്കുന്ന കമ്മ്യൂണിക്കേറ്റ് വിത്ത് കോൺഫിഡൻസ് എന്ന ഇംഗ്ലീഷ് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിന്ദു പത്മകുമാർ പ്രോഗ്രാം മൊഡ്യൂൾ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഹെഡ്മിസ്റ്റർ ഷാലിമോൾ CS സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ അനായാസ്യം കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂൾ നടപ്പിലാക്കുന്ന കമ്മ്യൂണിക്കേറ്റ് വിത്ത് കോൺഫിഡൻസ് എന്ന ഇംഗ്ലീഷ് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കള് ഭൂരിഭാഗം. അപ്പൊ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല വിദ്യാലയങ്ങളും അതുപോലെ ഏറ്റവും നല്ല കോച്ചിങ്ങും ഒക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും പല രക്ഷിതാക്കളും തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ നല്ല ട്രെയിനിങ് ലഭിച്ച അധ്യാപകരും നല്ല സാഹചര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. വാർഡ് കൗൺസിലർ ബിന്ദു പത്മകുമാർ പ്രോഗ്രാം മൊഡ്യൂൾ പ്രകാശനം ചെയ്തു. കഥകൾ, കളികൾ, സ്കിറ്റുകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഈ നേട്ടം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. PTA പ്രസിഡന്റ് അനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷാലിമോൾ CS സ്വാഗതം ആശംസിച്ചു. SMC ചെയർമാൻ രാജേഷ് ബാബു, വിദ്യാലയ വികസന സമിതി അംഗം ബിനോയ്, SMC അംഗം അനൂപ് S, MPTA പ്രസിഡന്റ് അശ്വതി ശ്രീകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ബീന J എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മേത്തൊട്ടിയിൽ പനച്ചിമൂട്ടിൽ വീട്ടിൽ PV സലിയുടെ വീടാണ് മരം വീണ് തകർന്നത്.
ഈ സമയം വീടിനുള്ളിലുണ്ടായിരുന്ന സലിയുടെ ഭാര്യ ഉഷ വീടിനുള്ളിൽ നിന്നും ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, വില്ലേജ് ഓഫീസർ അജിമോൻ CK, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അപകട സ്ഥലം സന്ദർശിച്ചു. കൊന്താലപ്പള്ളിയിൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജോസഫിന്റെ വീടിന്റെ മുകളിലേക്കും മരം വീണ് നാശനഷ്ടമുണ്ടായി. പഞ്ചായത്ത് അംഗം ഇന്ദു ബിജു സ്ഥലം സന്ദർശിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 6-ാം വാർഡ് മേത്തൊട്ടിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ പനച്ചിമൂട്ടിൽ വീട്ടിൽ സലി PV എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീടിന് മുന്നിൽ നിന്നിരുന്ന മരുതുമരമാണ് ശക്തമായ കാറ്റിൽ നിലം പതിച്ചത്. ഈ സമയം വീടിനുള്ളിലുണ്ടായിരുന്ന സലിയുടെ ഭാര്യ ഉഷ വീടിനുള്ളിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോഴന്നേരം കാറ്റ് വരുന്ന ഒച്ച കേട്ടോണ്ട് ഞാൻ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റത്ത് ഞാൻ പിന്നെ ഇറങ്ങി റോഡിൽ കൂടെ ഓടി. ആ മരം വീഴുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഓടുന്നത്. മരം വന്ന് വീണ്. അപ്പം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒത്തിരി സാധനങ്ങൾ, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചുപോയി. അലമാര എല്ലാ കൂട്ടം പോയി. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, വില്ലേജ് ഓഫീസർ അജിമോൻ CK, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അപകട സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കൊന്താലപ്പള്ളിയിൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജോസഫിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. പഞ്ചായത്ത് അംഗം ഇന്ദു ബിജു സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പന്നിമറ്റം. തൊടുപുഴ ജയറാണി EMHSSൽ മെഗാ സൂംബ ഡാൻസ് ഡിസ്പ്ലേ നടത്തി. കരാട്ടെ മാസ്റ്റർ ബേബി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നിരവധി വിദ്യാർത്ഥികൾ കരാട്ടെ പരിശീലനവും ബോക്സിംഗ്, തായ്ക്കൊണ്ട, കളരി എന്നിവയിലും പരിശീലനം ആരംഭിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ സെലിൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി എന്നിവരും അധ്യാപകരും നേതൃത്വം നൽകി. തൊടുപുഴ ജയറാണി EMHSSൽ മെഗാ സൂംബ ഡാൻസ് ഡിസ്പ്ലേ നടത്തി. നിരവധി കുട്ടികൾ പങ്കെടുത്തു. സൂംബ ഡാൻസ് കുട്ടികൾക്ക് വലിയ ആവേശമായി മാറിയെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. തുടർന്ന് 200-ലധികം കുട്ടികൾ കരാട്ടെ മാസ്റ്റർ ബേബി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കരാട്ടെ, ബോക്സിംഗ്, തായ്ക്കൊണ്ട, കളരി പരിശീലനവും ആരംഭിച്ചു. ബേബി എബ്രഹാമിനൊപ്പം 5 വനിതാ പരിശീലകരും പരിശീലനത്തിൽ പങ്കുചേർന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ സെലിൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി, സിസ്റ്റർ മോൺസി എന്നിവർക്കൊപ്പം അധ്യാപകരായ ജോജി, ആശ, അനുഷ, ഷെനിയ, പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ, കോതമംഗലം മരീൻ അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. ഇതോടൊപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളിയുപകരണങ്ങളും വിതരണം ചെയ്തു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് S സതീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മരീൻ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബേബി M വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ, കോതമംഗലം മരിയൻ അക്കാദമി എന്നിവ സംയുക്തമായി നടത്തുന്ന സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിന് തുടക്കമായി. ഇതോടൊപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് S സതീഷ് അധ്യക്ഷത വഹിച്ചു. മരിയൻ അക്കാദമിയുടെ ചെയർമാൻ പ്രൊഫസർ ബേബി M വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. നല്ല അച്ഛനും അമ്മയും നമുക്കുണ്ടാകണം, അല്ലാതെ വീട് വലുതാകില്ല. ഒരു സ്കൂൾ വലുതാകണമെങ്കിലും നല്ല അധ്യാപകർ നമുക്കുണ്ടാകണം. അപ്പോൾ നല്ലതുപോലെ പരിചരിക്കാൻ കഴിവുള്ള അമ്മമാരെ പോലെ സ്നേഹിക്കുന്ന, അച്ഛനെ പോലെ സ്നേഹിക്കുന്ന, നല്ല കരുതലുള്ള നല്ല അധ്യാപകർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കൂടാതെ സ്കൂളിൽ ലൈബ്രറി വിപുലീകരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 101 പുസ്തകങ്ങൾ സ്കൂളിന് നൽകുകയുണ്ടായി. മരിയൻ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ K പീറ്റർ സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. ഹെഡ് മിസ്ട്രസ് ശാന്ത P അയ്യപ്പൻ സ്വാഗതവും സീനിയർ അധ്യാപിക ഷാഹിന CH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 24 ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. മൈലക്കൊമ്പ് സെന്റ് തോമസ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 24 ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. മൈലക്കൊമ്പ് സെന്റ് തോമസ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ 2025-26 അധ്യയന വർഷത്തെ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷത വഹിച്ചു. ഈ അധ്യാപകൻ ചോദിച്ചു, കുട്ടി വളർന്നു വരുമ്പോൾ ആരാകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ വല്യമ്മച്ചി ഈ പ്രധാന അധ്യാപകരോട് പറഞ്ഞു, എന്റെ ഈ മകന്റെ കുട്ടി വളർന്നു വലുതാകുമ്പോൾ നല്ലൊരു മനുഷ്യനായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ നല്ല മനുഷ്യരായി തീരുന്നത്? അപ്പോ എല്ലാം വലിയ സ്ഥാനങ്ങൾ നേടിയതുകൊണ്ട് മാത്രം നല്ല മനുഷ്യരാകുമോ? വലിയ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സമൂഹത്തില് വലിയ പ്രതിഫലം നൽകുന്ന ജോലി കിട്ടിയത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായിട്ട് മാറുന്നുണ്ടോ? ഇല്ല എന്നാണ് പല അനുഭവങ്ങളും വെളിപ്പെടുത്തുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിജി ജെയിംസ് യോഗത്തിന് സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രതിനിധി ഐറ സാറ റെജി കൃതജ്ഞതയും ആശംസിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് കുഞ്ചരക്കാട്ട് വിദ്യാർത്ഥികൾക്കായി മാജിക് ഷോ നടത്തിയത് ആവേശമായി. സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് ആശംസകൾ നേർന്നു. പരിപാടിയോടനുബന്ധിച്ച് അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരം സ്കോളയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ാം സമ്മാനം മുൻ ഹെഡ് മിസ്ട്രസ് വിൽസി ജോസഫ് സ്പോൺസർ ചെയ്ത സൈക്കിൾ, 2ാം സമ്മാനം സ്മാർട്ട് വാച്ച് എന്നിവയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയത് ലക്ഷ്മി ബാബുവും UP വിഭാഗത്തിൽ റോൺ ഷാജിയുമാണ്. 2ാം സമ്മാനമായ സ്മാർട്ട് വാച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ ആൻ ജിയോ, UP വിഭാഗത്തിൽ ജോയൽ ജോസ് എന്നിവരാണ് നേടിയത്. പരിപാടികൾക്ക് സ്റ്റാഫ് സെക്രട്ടറി ജോയൽ ചെറിയാൻ, സീനിയർ ടീച്ചർ അനിത അലക്സ്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ നിബി നെല്ലൂർ, അധ്യാപകരായ ജോയ് ഇളവനാൽ, അമൃത ആർ നായർ, മെറിൻ ജോസ്, ടിജി ജോസ്, സിസ്റ്റർ മിനി കെ മാത്യു, റോസ്മേരി കെ ജോൺ, അനു ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. വിദ്യാജ്യോതി UP സ്കൂൾ ചാലാശ്ശേരിയിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം അധ്യാപകനും ചലച്ചിത്ര താരവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററുമായ വിവേഷ് വി റോൾഡൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ നിക്കോളാസ് മൂലശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാജ്യോതി UP സ്കൂൾ ചാലാശ്ശേരിയിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം അധ്യാപകനും ചലച്ചിത്ര താരവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററുമായ ശ്രീ വിവേഷ് വി റോൾഡൻ നിർവഹിച്ചു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരാളെന്ന് പറഞ്ഞാൽ 1 കോടിക്ക് വിലമതിക്കുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി ആൾക്ക് തുല്യനാണ്. ആ അറിവിലേക്ക് നമുക്ക് വളരാൻ പറ്റണം. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ഈ കൂട്ടത്തിൽ നിന്നുണ്ടാവണം. ഏറ്റവും മഹാനായ ആർട്ടിസ്റ്റ് ഈ കൂട്ടത്തിൽ നിന്നുണ്ടാവണം. ഏറ്റവും മഹാനായ ഡോക്ടർ, ഈ കൊറോണയ്ക്കൊക്കെ മരുന്ന് കണ്ടുപിടിക്കുന്ന ഡോക്ടർ ഈ കൂട്ടത്തിൽ നിന്നുണ്ടാവണം. ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മന്ത്രി, ഒരു പ്രധാനമന്ത്രി, ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ ഈ കലാശൈലിയിൽ നിന്നുണ്ടാവണം. അതുണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഒരുപാട് ജനസംഖ്യ ഒരാൾക്കൂട്ടമല്ല ഈ സ്കൂളിലുള്ളത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഗുണം അനുഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. കാരണം ഇവിടെയുള്ള അധ്യാപകർക്ക് അതീവ ശ്രദ്ധയോടെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഓരോ കുട്ടിയെയും വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഓരോ കുട്ടിയെയും പ്രഗത്ഭനാക്കുകയും ഞങ്ങൾ ഇവിടുന്ന് വിടൂ എന്ന് സിസ്റ്റർ പറയുകയുണ്ടായി. അത് ഞാൻ പല സ്കൂളുകളിലൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങൾ. ഒരുപാട് അംഗസംഖ്യകൾ സ്കൂളുകളുണ്ട്. വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ഡിൻഡ ആൻഡോ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ഫാദർ നിക്കോളാസ് മൂലശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അനു ടി ചുമ്മാർ, PTA പ്രതിനിധി ശ്രീമതി നോബി ആൻഡോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാസ്റ്റർ ഷാരോൺ റോബിൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ബാഡ്ജ് വിതരണം സ്കൂൾ മാനേജർ നിർവഹിച്ചു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക ക്ഷേമനിധി കാര്യക്ഷമമാക്കി കർഷകർക്ക് 3000 രൂപ പെൻഷൻ നൽകണമെന്ന് പി.ജെ. ജോസഫ് എം.എൽ.എ. അമിത വൈദ്യുതി പ്രവാഹം മൂലം വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചതായി പരാതി. മുതലക്കോടം പഴുക്കാക്കുളം മേഖലയിൽ സൊസൈറ്റിക്ക് സമീപമുള്ള 20ഓളം വീടുകളിലാണ് ഉപകരണങ്ങൾ നശിച്ചത്. സംയുക്ത കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ ഫെഡറേഷനുകളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിൽ UDFT പങ്കുചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മോർ ജംഗ്ഷനിലെ കലുങ്കിന്റെ തകർന്ന ഭാഗം പുനർനിർമ്മാണം നിർത്തിവെച്ചു. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മേത്തൊട്ടിയിൽ പനച്ചിമൂട്ടിൽ വീട്ടിൽ PV സലിയുടെ വീടാണ് മരം വീണ് തകർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.